വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇസ്രയേലിൽ അള്ളാഹു കൊടുത്തൊരു ശിക്ഷ, ലബനാനിൻ്റെ കടൽ തീരങ്ങളിൽ വളരെ വലിയൊരു എർത്ത് ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. അത് ഇസ്രയേലിലെ ചില പ്രദേശങ്ങൾ വളരെ വലിയ തീവ്രതയിൽ ഭൂമി കുലുങ്ങുന്നു. ഒരുപാട് കെട്ടിടങ്ങൾ തകരുന്നു. രാജ്യത്തിന് ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്ന, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിന് പടച്ചോൻ കൊടുക്കുന്ന ശിക്ഷയായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. കാരണം ലബനാനിൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാത്ത കടലിലുണ്ടായ ഈ ഭൂമി കുലുക്കത്തിൻ്റെ എഫക്റ്റ് ഒരു 4.7 റിക്ടർ സ്കെയിലാണ് ആ ഒരു ഭൂമി കുലുക്കം രേഖപ്പെടുത്തപ്പെട്ടത്. ഇസ്രയേലിലെ നിരവധി കെട്ടിടങ്ങൾ വലിയ ഉഗ്ര ശബ്ദം കേട്ട് ആളുകൾ വല്ല ഡ്രോണോ മിസൈലോ വന്ന് വീണതാണെന്ന് പറഞ്ഞ് ഓടുമ്പോഴാണ് ഭൂമി കുലുങ്ങുന്നതാണെന്ന് മനസ്സിലായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ ഇസ്രയേലൊക്കെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ മുഴുവനായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയില്ല. എന്തായാലും ഇത് അള്ളാഹുവിൻ്റെ ഒരു അദാബ് തന്നെയാണ്. കാരണം ഒരു കാരണവുമില്ലാതെ ഇറാൻ എന്നൊരു രാജ്യത്തിൻ്റെ മെക്കെട്ട് കയറി ഇപ്പോൾ കിടന്ന് പെടയാണ്. ഇപ്പോൾ അതാ അമേരിക്കയുടെ അവകാശവാദങ്ങൾ എന്തായിരുന്നു, അവിടെ കുടുങ്ങിപ്പോയൊരു സൈനികനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചു വരുമ്പോൾ അതിലൊക്കെ മുഴുവൻ കുറേ കള്ളത്തരങ്ങളുണ്ട്. അവരാ സൈനികനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴും ഇറാനിലുള്ള 450 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം സമ്പുഷ്ടീകരിച്ചത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതായത് ഈ മനുഷ്യൻ ഇറാൻ ഒരു യുദ്ധവിമാനം വെടിവെച്ചിടുകയും അതിൽ നിന്ന് 2 പൈലറ്റ് ഉണ്ടായിരുന്നു. ഒരു പൈലറ്റിനെ അമേരിക്ക രക്ഷിച്ചുകൊണ്ട് ഒരാളവിടെ കുടുങ്ങിക്കിടന്നു. അതൊരു മരുഭൂമി പോലത്തെ കുറച്ച് മലകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷെ ആ മനുഷ്യനെ പിന്നീട് സാഹസികമായിട്ട് അമേരിക്കൻ സേന രക്ഷിച്ചിരുന്നു. ആ രക്ഷിക്കാൻ വേണ്ടി 100 കണക്കിന് സൈന്യങ്ങൾ. അപ്പോൾ ഈ സൈന്യങ്ങൾ വന്നത് സത്യത്തിൽ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അവർ വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്താണ്, ഇവിടെ ഇറാൻ്റെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്, അത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. കരയുദ്ധം എപ്പോഴും തുടങ്ങാമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്നത്തോടു കൂടിയിട്ട് ഇറാനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് തകർക്കും. അതിൻ്റെ ഇപ്പോൾ ഇറാൻ്റെ ആണവോർജ കേന്ദ്രം, അതായത് ഇറാനിൻ്റെ പല മേഖലകളിലും അവിടുത്തെ വൈദ്യുതോർജ കേന്ദ്രങ്ങളിലെ ജലശുദ്ധീകരണശാലകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർക്കുന്നത്, അമേരിക്കയും കൂടി തകർക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിന് ഇന്ന് രാത്രിയോടുകൂടി ഇല്ലാതാക്കും, നരകമാക്കുന്നൊക്കെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. ലോകത്തെ ഏറ്റവും അധികം മുന്നറിയിപ്പ് നൽകിയ ഒരു ഭരണാധികാരി വേണമെങ്കിൽ ട്രംപാണ്. ഓരോ ദിവസവും അയാളിങ്ങനെ മുന്നറിയിപ്പ് നൽകും, വീരവാദങ്ങൾ മുഴക്കും, കുറേ തെറി പറയും ഭരണാധികാരികൾ. എങ്ങനെ തലയ്ക്ക് എന്തോ ഒരു സുഖമില്ലാത്ത ഒരാളാണ് ട്രംപ് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ ഇറാനിൽ വന്നിട്ട് ഈ ഒരു സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് വളരെ സൈന്യം വന്നത്. അതിന് അമേരിക്ക ചെയ്തത് എന്താണ്, അവരെ 850 കോടി രൂപ വിലമതിക്കുന്ന 2 സൈനിക വിമാനങ്ങൾ അവർ സ്വയം തകർത്തു. എന്തിനാണ് തകർക്കുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള സൈനിക രഹസ്യങ്ങളുണ്ട്. കാരണം അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഇതിൻ്റെ സിഗ്നൽ കിട്ടുന്നു, ഈ കാര്യങ്ങളെ ഇറാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 850 കോടി രൂപയുടെ സൈനിക വിമാനങ്ങൾ തകർത്തിട്ടാണ് ആര് രക്ഷപ്പെട്ടത്? അമേരിക്കൻ സൈന്യം. അമേരിക്ക രക്ഷപ്പെട്ടപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അവരവിടുന്ന് ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അവർ സ്വയം അത് തകർത്തതാണെന്ന് അവർ പറയുന്നു. അതല്ല ഇറാൻ പറയുന്നത് ഞങ്ങൾ വെടിവെച്ചിട്ട് തകർത്തതാണ്. എന്തായാലും തകർന്നിട്ടുണ്ട്. അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഇവിടെ കുടുങ്ങിപ്പോയ സൈനികരെ രക്ഷപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് എന്താണ്, ഇവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തോണം. അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല. പിരിഞ്ഞുപോയ സൈനികനുണ്ടല്ലോ, ആ സൈനികൻ അള്ളാഹു അക്ബർ എന്നൊരു ഡയലോഗാണ് സൈന്യത്തിന് അയച്ചു. അതായത് അള്ളാഹു ഈസ് ഗ്രേറ്റ്, അതായത് ഗോഡ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ സന്ദേശം അയച്ചു കൊടുത്തപ്പോൾ അവർ കരുതി ഇറാൻ്റെ കയ്യിൽ പിടിക്കപ്പെട്ടിട്ട് ഇറാനുകാർ നിർബന്ധപൂർവ്വം അയക്കണ സന്ദേശമാണ് എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് ഡീകോഡ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഡീകോഡ് ചെയ്യുമ്പോഴാണ് ഈ സന്ദേശങ്ങളൊക്കെ കിട്ടുക. അതൊരു കോഡാണ്. അപ്പോൾ ആ കോഡിൽ അവർ മനസ്സിലാക്കിയത് ആ സൈനികൻ തികഞ്ഞ ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്, എന്ത് വന്നാലും മതം മാറില്ല. അപ്പോൾ അദ്ദേഹം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ കുടുങ്ങിക്കിടക്കുന്നിടത്തേക്കാണ് ഈ സൈന്യം വന്ന് 36 മണിക്കൂറുകളോളം അവിടെ കുടുങ്ങി രക്ഷിച്ചു. പക്ഷെ അയാളെ രക്ഷിക്കൽ മാത്രമായിരുന്നില്ല ആരുടെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് എന്ത് ചെയ്യണം, അടിച്ചു മാറ്റണം. അതൊരിക്കലും കിട്ടാൻ പോണൊരു കാര്യമല്ല. അപ്പോൾ ഇറാൻ ഇപ്പോൾ കുറേ ഗൾഫ് രാജ്യങ്ങളെ കുറേ ആക്രമിക്കുന്നു, തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നു. പക്ഷേ ഇറാനിൽ ഭയങ്കര നാശനഷ്ടങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ കുറേ പേര് എന്നെ തെറി വിളിക്കും. അതായത് ഇവർക്ക് ആഗ്രഹം എന്താ പറയുക, ഇറാൻ ഭയങ്കര സംഭവമാണെന്ന് മാത്രം പറഞ്ഞാൽ ഒരു ഉഷാറാന്ന് പറയാം. ഇറാൻ യുദ്ധത്തിൽ ഇറാൻക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ട്. ടെഹ്റാനിൽ പലതിനും പല ഊർജ്ജ കേന്ദ്രങ്ങളും ഒക്കെ തകർക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ തകർക്കുമ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതൊരു പ്രധാനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേര് നമ്മൾ ഇല്ലാത്തത് പറയാൻ പറ്റുമോ?
അമേരിക്കയെ എതിരിടുന്നിട്ട് ഇസ്രായേലിനെതിരെ പോരാടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും അല്ലാത്തതിനെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ ഇറാൻ ഒരു പവർഫുൾ കൺട്രിയാണ്. അവരുടെ സൈനികർ വളരെ സ്ട്രോങ് ആണ്, അവർക്ക് വിജയമുണ്ട്. പക്ഷേ അവർക്ക് എന്തെങ്കിലും അവരുടെ സ്ഥലങ്ങളൊക്കെ തകർത്തു നമ്മൾ പറഞ്ഞാൽ അപ്പോൾ നമ്മളെ കുറേ തെറി വിളിക്കും. എവിടുന്നാണ് ഈ ആളുകൾ വരുന്നത്? കുറേ തെറികളാണ്. അതായത് അവരാഗ്രഹിക്കുന്നത് എന്താണ്? അമേരിക്കനെ തകർത്തു, ഇസ്രായേലിനെ തകർത്തു. ഇസ്രായേലിൽ പടച്ച റബ്ബ് ശിക്ഷ കൊടുക്കുകയാണ്. അതായത് ഭൂമി കുലുക്കം, ഇതൊക്കെ ഓരോരോ മുന്നറിയിപ്പുകളാണ്. അപ്പം എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിൽ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല. യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടി നാട് സമാധാനത്തിലാവണം. അതിനെന്താ മാർഗം നമ്മൾ ആലോചിക്കേണ്ടത്? ഇത് കുറേ ഒരു കൂട്ടരെന്താണ്, ഇറാൻ മുസ്ലിംസാണ്, അപ്പോൾ ഞങ്ങൾ ഇറാനുടെ കൂടെ, മറ്റൊരു ജൂതരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറാനെതിരെ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണം. ഏത് രാജ്യത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിമും ഹിന്ദുവും ഇതും നോക്കിയിട്ടൊന്നുമല്ല, ജാതി മതവും ഭാഷ നോക്കിയിട്ടൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും അതിൻ്റെ ദുരിതം. ഇപ്പോൾ എത്ര ഹോട്ടലുകൾ പൂട്ടി, പല ആളുകളും ഹോട്ടലുകൾ പൂട്ടിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്തു. പല ആളുകളും ഗൾഫിൽ അറ്റാക്കായിട്ട് മരണപ്പെടുന്നു. കാരണങ്ങൾ എന്താണ്? ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്. പലർക്കും പ്രയാസങ്ങളുണ്ട്. എന്നാലും വേണ്ടില്ല, രാജ്യങ്ങൾ തകർത്താൽ മതി എന്ന് കരുതുന്ന ഇത്തരം മതയോളികളുണ്ട്. ആ മതയോളികൾ ചിന്തിക്കുക, ഇത് തമ്മിലൊക്കെ മതങ്ങൾ തമ്മിലുള്ള, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷങ്ങളൊക്കെ ചെന്ന് പെടുന്നത് എല്ലാ മനുഷ്യരുമാണ്. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കുറേ ആളുകൾ കുറേ യുദ്ധ കൊതിയന്മാരാണ്. ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കനോടും ഇസ്രായേലിനും ഏറ്റുമുട്ടിയ ഇറാന് തന്നെയാണ് വിജയം. പക്ഷേ ഇറാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആണവോർജ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾക്കൊക്കെ വളരെ ഗുരുതരമായ പരിക്കുകളും ഗുരുതരമായ തകർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇസ്രായേലാണെങ്കിൽ അതുപോലെ നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങൾ തകർന്നതും അതേപോലെ അവർ ആയുധ സംഭരണശാലകൾ കേടുപറ്റിയതും ഇസ്രായേൽ എമ്പാടുണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ആ വാർത്ത പുറത്തു വരില്ല. ഇറാനിൻ്റെ സൈനിക മേധാവികളും അതേപോലെ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കമുള്ള ഭരണകേന്ദ്രത്തിലെ ഉന്നതന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ഭാഗത്തും ഇസ്രായേലിൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തുണ്ട്. നമ്മളിതിലിങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കാനുള്ള ഒരു ജഡ്ജസ് അല്ലല്ലോ നമ്മൾ. യുദ്ധം അവസാനിക്കട്ടെ. പക്ഷേ ഇറാനിൻ്റെ ഈ പിടിച്ചു നിൽക്കൽ, ആ പ്രതിരോധം, അതൊരു ഗ്രേറ്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ യുദ്ധത്തിൽ നുണകളാണ് പ്രധാന ആയുധം. പലപ്പോഴും പലരും പറയുന്നത് പച്ച നുണകളാണ്. ഓരോ രാജ്യങ്ങളും നുണകൾ എഴുതി വിടുന്നത് മാധ്യമങ്ങൾ വാർത്തയാവുന്നു. സത്യം എന്തായാലും ഇരു കൂട്ടർക്കും നല്ല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടികളുടെ വലിയ നഷ്ടമുണ്ടായത് അമേരിക്കക്കും ഇസ്രായേലിനുമാണ്. ആൾനാശങ്ങളും വസ്തുവകളുടെ നാശങ്ങളും കൂടുതലുണ്ടായത് ഇറാനിലാണ്. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കാം യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട്.